മലക്കുകളോട് കൽപ്പിച്ചപ്പോഴാണ് ഇബ്ലീസ് വിസമ്മതിച്ചു പോയത്. എന്തേ നീ സുജൂദ് ചെയ്യാത്തത്? ഇബ്ലീസ് പറഞ്ഞു, എന്നെക്കാളും മോശക്കാരനായ ഒരാൾ, എന്റെ അത്ര പവിത്രതയില്ലാത്ത ഒരാൾ, എന്നോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അയാളുടെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയോ? ഫഹ്ബിതു മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ. അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല സ്വർഗം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് അല്ലാഹു ഇവരു അഹങ്കാരം കാരണം പിശാചിനോട് പറയുമ്പോഴാണ് സർവശക്തനായ റബ്ബിനോടൊരു വരം ചോദിക്കുന്നത്. റബ്ബി അൻളിർനീ ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ സുഖങ്ങളിൽ നിന്ന് നീ എന്നെ ആട്ടിയോടിച്ചപ്പോൾ എനിക്കത് പ്രശ്നമല്ല, എനിക്കതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുവാൻ എനിക്ക് അവസരം തരണം. ഇന്നക മിനൽ മുൻദരീൻ. قال فبما أغويتني لأقعدن لهم صراطك المستقيم. എന്നെ വഴിപിഴപ്പിക്കാൻ കാരണക്കാരായ മനുഷ്യരെ ഞാൻ വഴികേടിലേക്ക് നയിക്കുമെന്ന് പടച്ചറബിനോടൊരു അവകാശം, പടച്ചറബിനോടൊരു വരം ചോദിച്ചു വാങ്ങുകയാണ്. ثم لآتينهم من بين أيديهم ومن خلفهم. അവരുടെ മുൻപിലൂടെ, അവരുടെ പിന്നിലൂടെ, وعن أيمانهم وعن شمائلهم. അവരുടെ ഇടതുഭാഗത്തുകൂടെ, അവരുടെ വലതുഭാഗത്തുകൂടെ ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ഒഴിവാവാതെ, ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ സകലമാന സ്ഥലങ്ങളിലും മനുഷ്യന്മാരെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിനോട് പറയുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഉഖ്റുജ് മിൻഹാ. കുഴപ്പമില്ല, നീ പോയിക്കോ, നീ മനുഷ്യന്മാരെ വഴിപഴപ്പിക്കാൻ ശ്രമിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ആരൊക്കെയാണോ നിന്നെ പിൻപറ്റുന്നത്, ആരൊക്കെയാണോ നിന്റെ പാത പിന്തുടരുന്നത്, അവരെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. ويا آدم اسكن أنت وزوجك الجنة. ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗ്ഗത്തിൽ താമസിച്ചോ. പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് ശക്തമായ വാണിംഗ് കൊടുത്തപ്പോഴേക്കും മഹാനായ ആദം നബി അലൈഹിസ്സലാം ഒരു ദുർബലമായ നിമിഷം കൊണ്ട് പിശാചിന്റെ പ്രേരണയിൽ പെട്ടുപോവുകയാണ്. അപ്പോഴാണല്ലോ അല്ലാഹു പറയുന്നത്, وَدَلَّاهُمَا بِغُرُورٍ فَلَمَّا ذَاقَا الشَّجَرَةَ بَدَتْ لَهُمَا سَوْآتُهُمَا وَطَفِقَا يَخْصِفَانِ عَلَيْهِمَا مِنْ وَرَقِ الْجَنَّةِ وَنَادَاهُمَا رَبُّهُمَا أَلَمْ أَنْهَكُمَا عَنْ تِلْكُمَا الشَّجَرَةِ وَأَقُلْ لَكُمَا إِنَّ الشَّيْطَانَ لَكُمَا عَدُوٌّ مُبِينٌ. ആദം നബിയെ, പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ എന്തേ പിശാച് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾക്കതിനോട് ശ്രദ്ധയുണ്ടാവാത്തത്? ലോകത്തിന് ആദ്യം തന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. ശേഷം വരാനിരിക്കുന്ന ഉമ്മത്തികൾക്ക്, ശേഷം വരാനിരിക്കുന്ന സമൂഹത്തിന് വലിയൊരു പാഠം, വലിയൊരു അനുഭവം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാമിനെ പിശാച് വഴിപിഴപ്പിച്ചുവെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓരോ ആളുകളെയും വഴിപിഴപ്പിക്കാൻ പിശാച് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? പിശാചിൽ നിന്ന് അകലാൻ ശ്രമിക്കണം. എങ്ങനെയാണ് അകലാൻ പറ്റുക? എങ്ങനെയാണ് പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന്, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, പിശാചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. പിശാച് ഓരോ മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തധമനികളിലൂടെ, സിരകളിലൂടെ, അവന്റെ ഞരമ്പുകളിലൂടെ, നാഡികളിലൂടെ പിശാച് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ധമനികളിലൂടെ രക്തയോട്ടം എവിടെയൊക്കെയാണോ നടക്കുന്നത്, ബ്ലഡ് സർക്കുലേഷൻ എവിടെയൊക്കെയാണോ നടക്കുന്നത്,
അവിടെയൊക്കെ പിശാച് സഞ്ചരിക്കുന്നുണ്ട്. ഇനി പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പിശാചിന് കയറി വരാനുള്ള വഴി കൊടുക്കാൻ പാടില്ല. പിശാച് ശരീരത്തിലേക്ക് കയറി വരുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഒരുപാട് തിന്നുമ്പോഴാണ്. അതുകൊണ്ട് തിന്നല്ലേ, നിങ്ങൾ വിശപ്പ് സഹിക്കണം, ഒരുപാട് പട്ടിണി കിടക്കണം. പട്ടിണി കിടക്കുമ്പോഴാണ് പിശാചിന് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ഞരമ്പിലേക്കോ കയറാൻ പറ്റാതിരിക്കുന്നത്. നിങ്ങൾ പട്ടിണി കിടന്നാൽ പിശാചിന് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ പിശാചിനെ കെട്ടിയിടുന്നത്. ആരും ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരും വിശപ്പ് സഹിക്കുന്നു. വിശപ്പ് സഹിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാൻ പിശാചിന് സാധിക്കുന്നില്ല. അപ്പൊ ശരീരത്തിൽ നിന്ന് പിശാചിനെ ആട്ടിയോടിക്കാൻ ഏറ്റവും നല്ല ആയുധം അത് പട്ടിണി കിടക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയുന്നുണ്ട്, ആയിഷ ആയിഷ ദാവിമി ഖർഅ ബാബിൽ ജന്നതി ബിൽ ജൂ, ദാവിമി ഖർഅ ബാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം ആയിഷ, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം ആയിഷ. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടുക? ഇത് മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ തുറക്കപ്പെടുന്ന വാതിലല്ലോ, എങ്ങനെയാണ് ഇത് തുറക്കപ്പെടുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരുപാട് പട്ടിണി കിടക്കുമ്പോ, ഒരുപാട് വിശപ്പ് സഹിക്കുമ്പോ സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴി നിനക്ക് ലഭിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റഅയ്തുൽ ഹിലാൽ തുമ്മൽ ഹിലാൽ തുമ്മൽ ഹിലാൽ, ഒന്നാമത്തെ ചന്ദ്രനെ കണ്ടു, രണ്ടാമത്തെ ചന്ദ്രനെ കണ്ടു. 3 മാസമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പിശാചിനെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ്, വെറുതെയല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സകലമാന അടിമകളുടെയും ഉമ്മമാരാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ. അവര് പട്ടിണി കിടന്നാലേ പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നമ്മൾക്കും പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന്, പിശാചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പട്ടിണി കിടക്കലാണ്. അപ്പോൾ കഞ്ചാവിന്റെ ആവശ്യമില്ല, സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വ്യഭിചാരങ്ങളുടെ ആവശ്യമില്ല, ഒരുപാട് തോന്നിവാസങ്ങളുടെ ആവശ്യമില്ല. പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് തിന്മയോട് താല്പര്യമുണ്ടാവൂല, അവന്റെ ശരീരം തിന്മയിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകൂല. ഒരുപാട് തിന്ന് വയറ് നിറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടം വരുമ്പോ എന്റെ ഉമ്മത്തിന് 2 ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവസാന കാലഘട്ടം വരുമ്പോ 2 ചിന്തകൾ. ഒന്ന് വൽ ബത്ൻ, അവന്റെ പള്ള, അവന്റെ വയറ് എങ്ങനെയെങ്കിലും നിറക്കണമെന്ന് റോഡിന്റെ ഇരു സൈഡുകളിലുള്ള, റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡുകളിൽ ചെന്നുകൊണ്ട് വയറ് നിറക്കുക എന്ന ചിന്തയല്ലാതെ വേറൊരു ചിന്തയും അവൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അതേപോലെ വൽ ഫർജു, ഗുഹ്യസ്ഥാനം, അവന്റെ വികാരങ്ങൾ പൂർത്തീകരിക്കണം. അവന്റെ ഗുഹ്യാവയവങ്ങൾ ഹറാമെന്നില്ല, ഹലാലെന്നില്ല, എവിടെയാണ് ലഭിക്കുന്നത് അവിടെ പോയി അവന്റെ വികാരങ്ങൾ ശമിപ്പിക്കണം. അങ്ങനെ വയറ്റിന്റെയും ശരീരത്തിന്റെയും വികാരങ്ങളെ ഹറാമോ ഹലാലോ നോക്കാതെ ശമിപ്പിക്കുന്ന ഒരു കാലം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ, ഈ വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ, ലൗലാ അന്ന ശയാത്വീന ലയഹൂമൂന, പിശാചുക്കൾ മനുഷ്യന്റെ ശരീരത്തിന്റെ, മനുഷ്യന്റെ രക്തധമനികളിലൂടെ ഒഴുകി കളിക്കുമായിരുന്നില്ല എങ്കിൽ ലനളറു ഇലാ മലകൂതിസ് സമാ, ആകാശങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഈ സദസ്സിലിരിക്കുമ്പോ, ഇവിടെ ഇരിക്കുമ്പോ എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്, നമ്മുടെ മനസ്സകങ്ങളിലുള്ളത് എന്താണെന്ന് ഒരു സദസ്സിലിരിക്കുമ്പോ, ഒരു വീട്ടിലിരിക്കുമ്പോ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. എന്ത് ചെയ്യണം? പിശാചിനെ അകറ്റണം.
പറ്റണം. ലൗലാ അന്ന ശയാതീന ലയഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ആദം സന്തതികളുടെ ഹൃദയത്തിന്റെ ധമനികളിലൂടെ, നാഡീ ഞരമ്പുകളിലൂടെ പിശാചിന്റെ കറക്കങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതി സമാ, ആകാശങ്ങളിലുള്ള നിഗൂഢതകൾ, അദൃശ്യ ലോകങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവന് കാണാൻ സാധിക്കുമായിരുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ പിശാചിനെ അകറ്റാനുള്ള വഴിയാണ് പരിശുദ്ധമായ റമദാൻ. ഈ റമദാൻ അതിനുള്ളൊരു വഴിയാവട്ടെ, അതിനുള്ളൊരു പാഠമാവട്ടെ. സഹനം, സമരം, സമർപ്പണം എന്ന ഒരു പ്രമേയം SKSSFന്റെ പ്രവർത്തകർ ഉയർത്തിക്കാട്ടുമ്പോ നമ്മുടെ ലക്ഷ്യവും അതായിരിക്കട്ടെ. സഹനം വേണം, സമരം വേണം, ജീവിതം സമർപ്പിക്കണം, പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ തെറ്റിൽ നിന്ന് അകലാനുള്ള മാർഗം നമ്മൾ വിശപ്പ് സഹിക്കുക എന്നതാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും യുദ്ധം ചെയ്തിങ്ങോട്ട് മടങ്ങി വരാൻ. അപ്പോഴാണ് ഒരു സഹോദരി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. അടുപ്പത്ത് തീ വെച്ചുകൊണ്ട് എന്തോ ഒന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ആ അടുപ്പത്ത് നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞിനെ മാറ്റി നിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു, മനിൽ ഖൗം, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാൻ? അപ്പോഴാണ് അവർ പറഞ്ഞത്, നഹ്നു മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അപ്പോഴേക്കും ഒരു പെണ്ണ് വന്നു, ഹൽ അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അപ്പോഴാണ് ആ പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. വല്ലാത്ത ചോദ്യമായിരുന്നു അത്. ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് ദണ്ഡം, അങ്ങേക്ക് സമർപ്പിക്കുന്നു. അലൈസല്ലാഹു ബിഅർഹമിർ റഹീമീൻ, അല്ലാഹു കാരുണ്യവാനാണല്ലേ, അല്ലാഹു കാരുണ്യം ചെയ്യുന്നവനാണല്ലോ, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ തൊട്ടടുത്തുള്ള അടുപ്പ് കാണിച്ചുകൊണ്ട് ആ സഹോദരി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളല്ലേ പറഞ്ഞത് അല്ലാഹു കാരുണ്യവാനാണെന്ന്? എന്നാൽ എന്റെ കയ്യിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ഈ അടുപ്പത്തേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞുവല്ലോ, അന അർഹമു ലിൽ അബ്ദി അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര സ്നേഹമുണ്ട്, ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര കാരുണ്യമുണ്ട്, അതിനേക്കാളും കാരുണ്യം പടച്ച റബ്ബിന് അടിമകളോടുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത്? എന്നാൽ എന്റെ കൈക്കുമ്പിളിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ നരകത്തിലേക്കോ അടുപ്പത്തേക്കോ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോഴാണ് ആ സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, എന്നാൽ എനിക്ക് ഈ മകനോടുള്ള കാരുണ്യത്തെക്കാളും കാരുണ്യം പടച്ച റബ്ബിന് എന്നോടുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത്. അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. എന്നിട്ട് ഹബീബ് മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു മിൻ ഇബാദിഹി, അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് ആരെയാണ് ശിക്ഷിക്കുന്നത്, ആരെയാണ് അല്ലാഹുവിന്റെ അദാബുകൾ ഇറക്കുന്നത്, ആരുടെ പേരിലാണ്, ആരോടാണ് കാരുണ്യം കാണിക്കാത്തത്? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു ശിക്ഷിക്കൂല. ഇല്ലൽ മാരിദശാരിദൽ മുതമദ്ദിദ്, അഹങ്കാരികളും ധിക്കാരികളും അതേപോലെ തിന്മകൾ പരസ്യമാക്കുന്നവർ, തിന്മകളെ ലഘൂകരിച്ച് കാണുന്നവർ, അറിയാതെ തെറ്റ് ചെയ്യുന്ന ആളുകളെയല്ല, അവന്റെ ഏതെങ്കിലും ദുർബലമായ നൈമിഷിക താല്പര്യങ്ങൾക്ക് വേണ്ടി ശരീരം അറിയാതെ പെട്ടുപോയവരെയല്ല, മനഃപൂർവ്വം നിരന്തരമായി തിന്മകൾ ലഘൂകരിച്ച് കണ്ട് ആളുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ല നമ്മോട് പറഞ്ഞു തരുമ്പോ അല്ലാഹു തആല ആരെയാണ് ശിക്ഷിക്കുന്നത്, ആർക്കാണ് പണിഷ്മെന്റ് ലഭിക്കുന്നത്, ആർക്കാണ് അദാബുകൾ ഇറങ്ങുന്നത്, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അല്ലാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആർക്കാണ് മാപ്പ് നൽകുന്നത്, അല്ലാഹു ആരെയാണ് ശിക്ഷിക്കുന്നത്, ആരോടാണ് പടച്ച റബ്ബിന് ദേഷ്യമുള്ളത്, ആരോടാണ് സ്നേഹമുള്ളത് എന്നൊക്കെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവർ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുക, രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുക. ഒരു കൂട്ടം ആളുകൾ ഇമ്മാ റജുലുൻ യഖഉ ഫിൽ മഅസിയതി ഹുബ്ബൻ ലഹാ, ഒന്നാമത്തെ ആൾ തെറ്റ് ചെയ്യുന്നു, അയാൾക്ക് തെറ്റിനോട് താല്പര്യമുണ്ട്. കള്ളു കുടിക്കാൻ അറിയാതെ കുടിച്ചു പോയതല്ല, നിരന്തരമായി കുടിക്കാൻ. വ്യഭിചരിക്കുകയാണ്, അറിയാതെ പെട്ടുപോയതല്ല, നിരന്തരമായി വ്യഭിചരിക്കുക. കഞ്ചാവടിക്കാൻ നിരന്തരമായി ചെയ്യുക, കളവ് പറയാൻ നിരന്തരമായി ചെയ്യുക. അതേപോലെ മറ്റുള്ള തിന്മകൾ, കണ്ണ് നിയന്ത്രിക്കാത്തത്, ചെവി നിയന്ത്രിക്കാത്തത്, ജീവിതത്തിന്റെ സകല മേഖലകളിലും വരുന്ന തിന്മകൾ നിരന്തരമായി ആ തിന്മകളുടെ ഗൗരവം പരിഗണിക്കാതെ, തിന്മകളുടെ പ്രാധാന്യം, തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു മാപ്പ് നൽകാതിരിക്കുന്നത്, അവർക്കാണ് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. രണ്ടാമത്തെ ടീമാരാണ് അയാൾക്ക് തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അയാൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, അദ്ദേഹത്തിന് നന്മ ചെയ്യാനാണ് ആഗ്രഹം, പക്ഷേ ഏതെങ്കിലും അറിയാതെ പെട്ടുപോവാൻ, അങ്ങനെ പെട്ടുപോകുമ്പോഴേക്കും അയാൾ തൗബ ചെയ്യും. ആദ്യത്തെ പറഞ്ഞ ആൾ, അയാൾ നിരന്തരമായി തെറ്റ് ചെയ്യും, അയാൾ തൗബ ചെയ്യൂല, അയാൾക്കത് തെറ്റായി തോന്നൂല എന്ന്, അയാൾക്കത് തെറ്റാണെന്ന് തോന്നൂല. തുറലുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ, തുറലുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ, തിന്മകൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വെളിവാകുകയാണ്. തുറലു, തിന്മകൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. കൽ ഹസീരി ഊദൻ ഊദാ, നമ്മുടെ പായകളുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി അട്ടിവെച്ചതുപോലെ, ഒരു ഫിത്ന കഴിഞ്ഞാൽ ഒരു ഫിത്ന, മറ്റൊരു ഫിത്ന കഴിഞ്ഞാൽ മറ്റൊന്ന്, അങ്ങനെ നിരന്തരമായി തിന്മകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഫമൻ ഉശ്രിബഹാ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് രസമാണെന്ന് തോന്നുന്ന ആളുകൾ, നിരന്തരമായി ലാഘവത്തോടെ ചെയ്യുന്ന ആളുകൾ. ഫമൻ ഉശ്രിബഹാ, ഒരു തെറ്റൊരാൾ ചെയ്യുകയാണ്, അന്യ സ്ത്രീകളെ ഒരാൾ ദർശിക്കുകയാണ്, അന്യ സ്ത്രീകളെ ഒരാൾ കാണുകയാണ്, അത് വളരെ സിമ്പിളായി, ഇതൊന്നും വലിയ പ്രശ്നമില്ല, നിരന്തരമായി കാണാൻ. ഇത് കണ്ടപ്പോൾ അയാൾക്കൊരു വിഷമമില്ല, പടച്ചറബിനോടുള്ള പേടിയില്ല, തൗബയില്ല, ഇസ്തിഗ്ഫാറുമില്ല, ഇതിങ്ങനെ കാണന്നെ, പിന്നെ അടുത്തത് വരുമ്പോ അടുത്തതും കാണാ, പിന്നെ വീണ്ടും കാണാ, വീണ്ടും കാണാ. ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ ഇതിനോട് താല്പര്യം ഒരാൾക്കുണ്ടായാൽ, ഇത് ടേസ്റ്റ് പിടിച്ചാൽ, ഇതിനോട് വല്ലാത്ത ഇൻട്രസ്റ്റ് ഉണ്ടായാൽ, വല്ലാത്ത താല്പര്യം ഉണ്ടായാൽ, അപ്പോഴാണ് അല്ലാഹു തആല അവന്റെ ഹൃദയങ്ങളെ കറുപ്പിച്ചു കളയുന്നത്. അവന്റെ ഹൃദയങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കറുപ്പിച്ചു കളയും. ഒരു പ്രാവശ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചവനല്ല, ഒരൊറ്റൊരു തവണയെ ഉപയോഗിച്ചിട്ടുള്ളൂ, അയാൾ അപ്പോഴേക്കും തൗബ ചെയ്ത് മടങ്ങി, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. പിന്നെ നിരന്തരമായി ഒരു മടിയുമില്ലാതെ വളരെ രാഘവത്തോടെ ഇത് ആവർത്തിക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ മാപ്പ് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. അതുകൊണ്ട് രണ്ട് ടീമാണ് ആളുകൾ, രണ്ട് വിധത്തിലാണ് ആളുകൾ ഉള്ളത്. ഒന്നാമത്തെ കൂട്ടം തെറ്റിനോട് അവർക്ക് താല്പര്യമുണ്ട്, അവർ നിരന്തരമായി ചെയ്യുന്നു, അവർക്കതിൽ വിഷമമില്ല, അവർക്കതിൽ ഖേദമില്ല. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കൂട്ടം അവർക്ക് നന്മയോടാണ് താല്പര്യമുള്ളത്, എന്നാലും ഇടയ്ക്കിടെ എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട്. വന്നപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ അവർ തയ്യാറാണ്. അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും തിന്മകളും ചെയ്യുന്ന ആളുകൾ, ഔ ളലമൂ അൻഫുസഹും, സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിക്കുന്ന ആളുകൾ, ദക്കറുല്ലാഹ്, ഉടനെ അല്ലാഹുവിനെ അയാൾ ഓർത്തുപോയി. തെറ്റ് വന്നപ്പോ അല്ലാഹുവിനെ ഓർക്കുകയാണ്.
എന്റെ വാക്കുകൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞാൽ രണ്ടു കൂട്ടം ആളുകൾ. ഒരു കൂട്ടം ആളുകൾക്ക് തെറ്റ് വന്നാൽ അള്ളാഹുവിന് ഓർമ്മയൊന്നുണ്ടാവൂല. ഉദാഹരണം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എടുക്കുക. ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു പേടിയില്ല, ഇങ്ങനെ കൂളായിരിക്കാൻ. പേടിയുണ്ടോ എങ്കിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ നമ്മൾ പെടാണ്. ഒരു കളവ് പറഞ്ഞു പോയല്ലോ. ഈ തിന്മകൾ രസകരമായി തോന്നുന്ന ആളുകൾ, നമ്മുടെ വിഷയം അതാണല്ലോ, ലാഘവത്തോടെ കാണുന്ന ആളുകൾക്ക് ഈ ഒരു തെറ്റ് ചെയ്താൽ പടച്ചറപ്പിന് ഓർമ്മ ഉണ്ടാവൂല. അവർ നിരന്തരമായി ചെയ്യും. അവരെന്താ വിചാരിക്കുക, ഇതൊക്കെ തെറ്റാണോ, ഇതൊക്കെ ഒരു പാപമാണോ? പ്രത്യേകിച്ചിട്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബന്ധങ്ങളൊക്കെ പൊതുവെ സഹോദരിമാര് ചോദിക്കാറുണ്ട്, അതിലെന്താണ് കുഴപ്പം, അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത്? ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത്? അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ആളുകൾ ചോദിക്കാൻ, അതിലിപ്പോ എന്താ കുഴപ്പം? അതേപോലെ ചാറ്റ് ചെയ്യുന്ന സ്വഭാവം, അതിലിപ്പോ എന്താ കുഴപ്പം? അത് വിരലിന്റെ മൂവ്മെന്റ്സ് ആണല്ലോ, വിരലുകൾ അനക്കുകയല്ലേ, അതിലിപ്പോ എന്താ കുഴപ്പമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. തിന്മയുടെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അവർക്ക് യാതൊരു വിഷമവുമില്ല. ആ തെറ്റ് ചെയ്താൽ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. അവർ നിരന്തരമായി തുടരാണ്, ഇത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു മാപ്പ് തരില്ല. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, തിന്മകൾ ചെയ്യുന്നവർ, ഔ ളലമൂ അൻഫുസഹും, സ്വശരീരത്തോട് അക്രമം കാണിക്കുന്ന ആളുകൾ, ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ തുടങ്ങി, അല്ലാഹുവിനെ പേടിക്കാൻ തുടങ്ങി, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ തിന്മകൾ അല്ലാഹുവിനോട് പറയാൻ തുടങ്ങി. പടച്ച റബ്ബേ, എന്റെ കണ്ണൊരു ഹറാം കണ്ടുപോയല്ലോ, പടച്ച റബ്ബേ എന്റെ ചെവി ഒരു ഹറാം കേട്ടുപോയല്ലോ, പടച്ച റബ്ബേ നീ ചെയ്യല്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു പോയല്ലോ. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം അസ്തഗ്ഫിറുല്ലാഹ്. പ്രത്യേകിച്ചിട്ട് പരിശുദ്ധമായ റമളാനിന്റെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട്, വല്ലാതെ പേടിക്കേണ്ട ഒരു ഹദീസുണ്ട്. റമളാൻ ആകുമ്പോൾ പേടി വരുന്ന ഒരു ഹദീസാണത്. മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ല, ഒരാൾ പരിശുദ്ധമായ റമളാൻ ഒരാൾക്ക് എത്തിക്കുകയും റമളാനിൽ നന്മ ചെയ്യുവാൻ, നോമ്പ് പിടിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു, എന്നിട്ട് റമളാൻ വിട പറയുമ്പോ ഫലം യുഗ്ഫർ ല, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ, അയാളുടെ തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയില്ലെങ്കിൽ, ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അയാളെ അകറ്റി നിർത്തട്ടെ. അവന് സ്വർഗ്ഗമില്ല, അവന് റഹ്മത്തില്ല, അല്ലാഹുവിന്റെ നിഅമത്ത് അവനില്ല. അല്ലാഹു അയാളെ അകറ്റി നിർത്തുമെന്ന് ദുആ ചെയ്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നെഞ്ചത്തേക്കൊന്ന് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ റമളാൻ കഴിഞ്ഞപ്പോഴേക്കും എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്ന് ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി അല്ലാഹു നമ്മെ മാറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണ്. അവിടെ നമ്മൾക്ക് പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ ഈ റമളാനിൽ പാളിച്ചകൾ സംഭവിക്കാൻ പാടില്ല, ഈ റമളാനിൽ അപാകതകൾ സംഭവിക്കാൻ പാടില്ല. ഈ റമളാൻ കഴിയുമ്പോഴേക്കും എന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണമെന്നതാണ് ഓരോ ആളുകളുടെയും വളരെ പ്രധാനമായ ലക്ഷ്യം. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, വൻദോഷങ്ങളും ചെറുദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. റമളാൻ കഴിയുമ്പോ ഒരു തെറ്റുമില്ലാതെ പാപക്കറയില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മപറ്റ മക്കളെ പോലെ സ്വാലിഹീങ്ങളായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, ഒരാൾ ശരീരത്തോട് അക്രമം കാണിച്ചാൽ ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുമത്രേ. ഉടനെ അവര് പറയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങൾ പടച്ച റബ്ബിനോട് തുറന്നു പറയും. അല്ലാഹു പറയാണ്, നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തോ, തെറ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല, തെറ്റ് ചെയ്യും മനുഷ്യൻ, സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തോടുകൂടി തെറ്റ് ചെയ്യാത്ത ആളുകൾ അസ്തമിച്ചിരിക്കുകയാണ്. മഅസൂമിങ്ങൾ പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതോടുകൂടി പിന്നെ മഅസൂമിങ്ങളില്ല. പിന്നെ ജീവിതത്തിൽ പാപം വരും. പക്ഷേ ഏറ്റവും നല്ലതെന്താ? തെറ്റ് ചെയ്താൽ ഉടനെ മാപ്പ്, ഉടനെ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, ഒരാൾ ഒരു തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി കണ്ണീരൊഴുക്കി ദുആ ചെയ്താൽ അയാൾ തെറ്റ് ചെയ്യാത്തതിന് സമമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾക്ക് ഈ സദസ്സിൽ ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിപ്പോയ നമ്മൾ വിശ്വസിച്ചോളണം, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന്. പിന്നെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല.
പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു സദസ്സിലോ അല്ലെങ്കിൽ പേഴ്സണലായി ദുആ ചെയ്യാണ്, വീട്ടിലിരുന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് ദുആ ചെയ്യാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവേ ഇനി ഞാൻ ആവർത്തിക്കില്ല, അല്ലാഹുവേ പിന്നെ ഉറപ്പിച്ചോളണം, അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു തന്നു എന്ന് പിന്നെ ഇനി ശിഷ്ടകാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പറഞ്ഞത് ഏതെങ്കിലും പണ്ഡിതന്മാരല്ല, അല്ലാഹുവിന്റെ ഹബീബാണ്. അത്തായിബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹ്. ഒരു തെറ്റിൽ നിന്നൊരാൾ പാപമോചനം തേടിയാൽ, ഒരു തെറ്റിൽ നിന്നൊരാൾ തൗബ ചെയ്താൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, വല്ലദീ നഫ്സീ ബിയദിഹി. ആരുടെ എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗലം തുദ്നിബൂ, നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലദഹബല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും നല്ലതേ ചെയ്യുന്നുള്ളൂ, എല്ലാവരും നന്മയെ ചെയ്യുന്നുള്ളൂ എങ്കിൽ അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. വലജാഅ ബിഖൗമിൻ, വേറൊരു സമൂഹത്തെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരും. യുദ്നിബൂൻ, അവർ തെറ്റ് ചെയ്യുന്നവരാണ്. ഫയസ്തഗ്ഫിറൂൻ, തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ്. അപ്പൊ തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണല്ലോ, തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണ്. പക്ഷേ അല്ലാഹുവിന്റെ താല്പര്യം എന്താണ്, അല്ലാഹുവിന്റെ ആഗ്രഹം എന്താണ്? തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാതെ തിന്മയെ ലഘൂകരിച്ച് കാണുകയും നിസ്സാരവൽക്കരിക്കുകയും പരസ്യമാക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ ദയനീയമായ സ്വഭാവം പടച്ചറപ്പിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാത്ത നിരന്തരമായി ആവർത്തിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരും. യുദ്നിബൂൻ, അവർ തെറ്റ് ചെയ്യുന്നു. ഫയസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുന്നു. ഫയഗ്ഫിറു ലഹും, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ബനീ ആദമ ഖത്വാഉൻ, ലോകത്തുള്ള ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാനാണ് എന്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഞാൻ ഒരുപാട് കള്ളു കുടിച്ചു പോയല്ലോ, ഒരുപാട് വിചാരം ചെയ്തുവല്ലോ, ഒരുപാട് ഹറാമുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരില്ലേ, എനിക്ക് അല്ലാഹു മാപ്പ് തരില്ല, ഞാൻ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നൊരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ ഉപയോഗിക്കാത്ത ഡ്രഗില്ല, ഞാൻ ഉപയോഗിക്കാത്ത മയക്കുമരുന്നോ മദ്യമോ ഇല്ല, ഞാൻ ഉപയോഗിക്കാത്ത ഒരു പെണ്ണില്ല, ഞാൻ ചെയ്യാത്ത തെറ്റില്ല. എന്നാലും നിങ്ങൾ നിരാശരാവേണ്ട. ഖുൽ നബിയെ, താങ്കൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ശരീരത്തോട് തുരുതുരാ അക്രമങ്ങൾ കാണിച്ച നിരന്തരമായി തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ പറയണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു നിങ്ങളുടെ പാപം തരാൻ വേണ്ടി, പാപം പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ റമളാനിന്റെ പകലിൽ അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഇന്നലെ മഗ്രിബ് മുതൽ സുബ്ഹി വരെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചോദിക്കാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവിനോടൊന്ന് പുറത്തു തരാൻ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. യബ്സുതു യദഹു ഫിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ അവൻ പടച്ച റബ്ബിനോട് രാവിലെ വന്ന് തുറന്ന് പറഞ്ഞാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകും. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അവന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബിങ്ങനെ നീട്ടിവെക്കുന്നു. എന്തിനാണത്? പകൽ മുതൽ സുബ്ഹി മുതൽ അസ്ർ വരെ, മഗ്രിബ് വരെ അയാൾ ചെയ്ത തിന്മകൾ പടച്ച റബ്ബിനോടൊന്ന് ഏറ്റെടുത്തു പറയാൻ വേണ്ടി, എന്നിട്ട് റബ്ബിനോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് വിഷമിക്കല്ല, ആരും പേടിക്കല്ല.
ഞാൻ നരകത്തിലേക്കാണോ പോകുന്നത്? അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. ശരീരം തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ശരീരമാണ്. എന്നാൽ തെറ്റ് വന്നാൽ അത് ഉടനെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ഉടനെ തൗബ ചെയ്യാ. മിനിമം അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതാണ് അള്ളാഹു പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ നിരാശ കൈവടിയല്ല. ഒരു ബിസിനസ്, ഒരാളുടെ ബിസിനസ് തകർന്നു പോവാൻ അയാൾ നിരാശ കൈവിട്ടു, അത് പൂട്ടിപ്പോയാൽ അയാൾക്ക് നഷ്ടമാണ് വരാനുള്ളത്. എന്നാൽ നിരാശയില്ലാതെ ആർജവവും ഊർജവും തിരിച്ചെടുത്തുകൊണ്ട് സധൈര്യം വളരെ ആത്മവിശ്വാസത്തോടെ അതിലേക്ക് വേണ്ടുന്ന നന്മകളും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു, അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു, വീണ്ടും മോടി പിടിച്ചുകൊണ്ട് ബിസിനസ് അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു 4-5 വർഷം നിരന്തരമായി ജീവിക്കുമ്പോൾ ഇനി എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് നിരാശരാവല്ല. നിങ്ങൾ എന്നിലേക്ക് മടങ്ങുക, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വീണ്ടും 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 ആവർത്തിക്കല്ല എന്നൊരു ഡിമാൻഡ് കൂടിയുണ്ട്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പുറത്തു തരുന്നത്? പക്ഷേ ഒരൊറ്റൊരു ഡിമാൻഡ്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിരന്തരമായി ചെയ്യാൻ പാടില്ല, വീണ്ടും 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 ആവർത്തിക്കാൻ പാടില്ല. ഒരുപക്ഷേ തൗബ ചെയ്തതിന് ശേഷം അറിയാതെ വന്നു പോയാൽ വീണ്ടും തൗബ ചെയ്യാ. അങ്ങനെ ആ തെറ്റിൽ നിന്ന് 4-5 തവണ പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്താൽ പിന്നെ അത് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അതിനെ ലാഘവത്തോടെ കണ്ടാൽ ജീവിതത്തിൽ നിരന്തരമായത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ലഘൂകരിച്ച് കണ്ടാൽ അള്ളാഹു പിന്നെ മാപ്പ് നൽകില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നത്തെ സമൂഹത്തെ കുറിച്ചല്ല, താബിഈങ്ങളുടെ കാലത്തുള്ള ഒരു രംഗം ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം താബിഈങ്ങളെ കണ്ടപ്പോഴാണ് അവരോട് പറയുന്നത്, ഇന്നൽ മുഅ്മിന, മുഅ്മിനീങ്ങളായ ആളുകൾ യറാ ദുനൂബഹു, അവന്റെ പാപങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന് തോന്നുന്നത് കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ, ഒരു പർവതത്തിന്റെ താഴെ നിൽക്കുകയാണെന്ന് അവന് തോന്നുന്നു. യഖാഫു അയ്യഖ അലൈഹി, വലിയൊരു ഭൂകമ്പം വരുമ്പോ ഭീമാകാരമായ ബിൽഡിങ്ങുകൾ, പ്രത്യേകിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ 100, 80, 70 നിലകളുള്ള ഭീമാകാരമായ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഭൂകമ്പത്തിൽ ആ ബിൽഡിംഗ് തലയിലേക്ക് വീഴുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു മുഅ്മിനിന് ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ചെറിയൊരു തെറ്റാണെങ്കിലും ശരി, അയാൾക്കൊരു തെറ്റ് ചെയ്താൽ ഒരു ഭൂകമ്പമുണ്ടായി ബിൽഡിങ്ങുകൾ ശരീരത്തിലേക്ക് തലയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവനാണ് മുഅ്മിൻ. ഒരു തെറ്റ് ചെയ്താൽ പേടിയുണ്ടോ? അറിയാതൊരു പാപം വരുമ്പോ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാറുണ്ടോ? എങ്കിൽ നീ മുഅ്മിനാണ്. ഇനി ഫാജിർ, ചെമ്മാടിയാരാണ്? ഇന്നൽ ഫാജിറ, ചെമ്മാടിയായ ഒരു സഹോദരൻ യറാ ദുനൂബഹു, അവന്റെ തിന്മയെ അവൻ കാണുന്നുണ്ട്. അവൻ രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കാട്ടിൽ ചെന്ന് കഞ്ചാവടിച്ചാലും, രാത്രി ഉറങ്ങാതെ വെറുതെ സ്വറ പറഞ്ഞിരുന്നാലും, കള്ളു കുടിച്ചാലും, അവിഹിത ബന്ധങ്ങൾ പുലർത്തിയാലും, പ്രേമങ്ങളിലും പ്രണയങ്ങളിലും പെട്ട് ഹറാമായ സംസാരങ്ങൾ, ചാറ്റിങ്ങും ചീറ്റിങ്ങും കോളിങ്ങും വീഡിയോ കോൺഫറൻസും ഇതൊക്കെ നടത്തുമ്പോഴും അവനൊരു യാതൊരു വിഷമവുമില്ല. സഹോദരിമാരെ, ചെറുപ്പക്കാരാ, ഇത് പരിശുദ്ധമായ കേരളത്തിന്റെ അനുഗ്രഹീതമായ ഭൂമിയാണ് നമ്മുടെ കാസർഗോഡും നമ്മുടെ മഞ്ചേശ്വരവും ഒക്കെ. നമ്മുടെ കാസർഗോഡും മഞ്ചേശ്വരം ഏകദേശം എല്ലാ ആളുകൾക്കും പ്രസിദ്ധമായ സ്ഥലമാണ്. കാരണം എന്താ പറയാ, മഞ്ചേശ്വരം മുതൽ അങ്ങ് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, അതുവരെ എന്നാ പറയാ. അപ്പൊ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ ഏത് ജില്ലക്കാർക്കും അറിയാം, കാരണം ഇത് കേരളത്തിന്റെ എൻഡാണ്. അപ്പൊ ഈ ഒരു എൻഡിൽ, ഈ ഒരു പവിത്രമായ സ്ഥലത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്ന് മനസ്സിൽ കരുതുക, ഞാൻ നിരന്തരമായി തെറ്റ് ചെയ്യുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു പേടി വരാറുണ്ട്. പഠിച്ചോനെ, രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാറില്ല, രാത്രി മുഴുവനും ഞാൻ കളിക്കാൻ
വിളിക്കാറാണ്, രാത്രി മുഴുവനും ഞാൻ ചാറ്റ് ചെയ്യാറാണ്, രാത്രി മുഴുവനും ഞാൻ തഹജ്ജുദിനൊക്കെ എണീക്കാനെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് എന്റെ കാമുകനോടും കാമുകിമാരോടൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ. അവിഹിത ബന്ധങ്ങൾ, മയക്കുമരുന്നുകൾ, മാതാപിതാക്കളോട് ബഹുമാനമില്ലായ്മ, അധ്യാപകരോട് ബഹുമാനമില്ലായ്മ, നാട്ടിൽ ഒരു മുസ്ലിമിനെ പോലെ നടക്കാൻ പറ്റാതിരിക്കുക. ലോകത്ത് മനുഷ്യരൊക്കെ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായി. പറവകളെ പോലെ പാറി കളിക്കുവാനും മത്സ്യങ്ങളെ പോലെ നീന്തി കളിക്കുവാനും മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ, പക്ഷേ ഒരു മനുഷ്യനെ പോലെ മാന്യമായി നടക്കാൻ ഇന്ന് അറിയുന്നില്ല എന്നൊരു ബുദ്ധിജീവി പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോവാണ്. ശരിയാണത്.